നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ ചില ഭാഗത്തൊക്കെ പാളിച്ചകൾ വന്ന് പോകാറുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ ചാർട്ടിൽ അനലൈസ് ചെയ്യുന്നത് എന്നുള്ളതും എവിടേക്കാണ് ട്രേഡ് എൻട്രി ചെയ്യാനുള്ള പോസിബിലിറ്റി, അതേപോലെ തന്നെ ഈ ചാർട്ട് എന്തുകൊണ്ട് എടുത്തു എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അത് എൻ്റെ അനാലിസിസ് ആണ്. അപ്പോൾ നിങ്ങളുടെ അനാലിസിസിൻ്റെ കൂടെ ഇത് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് മാച്ച് ആവുന്ന രീതിയിൽ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ട്രേഡിംഗ് കരിയറിലേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളുടെ ചാർട്ടിലേക്ക് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം ആ ചാർട്ടുകളിൽ എന്താണ് പറയുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ആദ്യം കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദാനി പോർട്ടിൻ്റെ ഒരു ചാർട്ടാണ് നമ്മൾ കാണുന്നത്. എടുത്തേക്കുന്നത് ഡെയിലി ടൈം ഫ്രെയിമാണ്. അപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കുന്ന സമയത്ത് എന്താ കാണാൻ പറ്റുന്നത്, ഇപ്പോൾ ഒന്ന് വലിയ പിക്ചർ നോക്കാൻ ശ്രമിക്കുക. ഇവിടെ എന്താണ് കാണാൻ പറ്റുന്നത്, ഒരു അപ് ട്രെൻഡ് സ്ട്രക്ചർ കാണാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ ഒരു അപ് ട്രെൻഡ് സ്ട്രക്ചറാണ് സംഭവിക്കുന്നത്. ഓരോ വട്ടം ഹയർ ഹൈ ഹയർ ലോ ഫോർമേഷനിൽ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും എന്താണ്, ഒരു ഹയർ ഹൈ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു ഹയർ ഹൈ ഫോം ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും മേലെ ഹൈറ്റ്സിലേക്ക് പോകും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൽ എന്ത് കാണാൻ പറ്റുന്നത്, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ലൈന് സ്പോട്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇവിടെ റെസിസ്റ്റൻസ് ലൈൻ സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം എന്താ സംഭവിച്ചത്, ഇവിടെ ബ്രേക്ക് ഔട്ടിന് ശേഷം ഇവിടെ ഒരു റീടെസ്റ്റ് കാണാൻ പറ്റുന്നില്ലേ, ഒരു ബ്രേക്ക് ഔട്ട് നടന്നു, അതിനുശേഷം ഒരു റീടെസ്റ്റ് നടന്നു. അപ്പോൾ എന്താണ്, മാർക്കറ്റിന് വീണ്ടും ഒരു ഹയർ ഹൈയിലേക്ക് പോകാനുള്ള ടെൻഡൻസി ഇതിൽ കൂടുതലാണ്. അതുപോരാതെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് വേറെ എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് കാണാൻ പറ്റുന്നത്, വോളിയം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. വോളിയം കൊണ്ട് നോക്കുമ്പോൾ ഇവിടെ എന്താ കാണാൻ പറ്റുന്നത്, ഇവിടെ ചാർട്ടിൽ എന്താണ് ക്യാൻഡിൽസ് നല്ല റൈസിങ് ക്യാൻഡിൽസ് ആയിട്ട് മേലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ താഴേക്ക് നോക്കിയേ വോളിയംസും മേലേക്ക് റൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ വോളിയം ക്യാൻഡിൽസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നർത്ഥം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്രേക്ക് ഔട്ട് കഴിഞ്ഞു, അത് കഴിഞ്ഞു റീടെസ്റ്റ് നിൽക്കുന്ന പോലെയാണ് പ്രൈസ് നിൽക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് എന്താണ് ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്ന് മാറ്റിയിട്ട് ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താ കാണാൻ പറ്റുന്നത്, ഇവിടെ ഈ പറഞ്ഞ പോലെ വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഈ ഒരു ക്യാൻഡിൽ സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിലാണ്. അതിനുശേഷം വന്നേക്കുന്ന ബ്രേക്ക് ഔട്ട് ഈ ഒരു വിക്കുള്ളൊരു ക്യാൻഡിലാണ്. അപ്പോൾ നമ്മൾ ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോൾ എപ്പോഴും ഹയർ ടൈം ഫ്രെയിമിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നതാണ് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള കാര്യം. അങ്ങനെ നോക്കുവാണെങ്കിൽ ഈ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നതാണ് എപ്പോഴും ഉത്തമം. അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് ഡെയിലിയിൽ എവിടെ എൻട്രി പോകണം എന്നുണ്ടെങ്കിൽ റൈറ്റ് നോ ഇപ്പോൾ നിൽക്കുന്നത് 1375 പ്രൈസ് നിൽക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് നോക്കി നോക്കാം, നമുക്ക് എവിടെയൊക്കെയാണ് എൻട്രി പോകാൻ സാധ്യതയുള്ള ഏരിയ എന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫിബനാച്ചി ടൂൾ നമ്മളൊന്ന് വരച്ചിടുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫിബനാച്ചി ടൂൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തേക്കുന്ന ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.382 0.5 0.618 ഈ ഏരിയാസാണ് ഫിബനാച്ചിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ എൻട്രി നിൽക്കുന്നത് ഈ പറഞ്ഞ റെസിസ്റ്റൻസിൻ്റെ ലൈൻ്റെ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടം വരെ ഒരു 0.382 എന്ന് പറഞ്ഞ ഈ ലൈൻ്റെ അവിടം വരെ പ്രൈസ് ഇറങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇവിടെ തന്നെ ഡിപ്ലോയ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഡിപ്ലോയ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ വീക്ക്ലി ടൈം ഫ്രെയിമിൻ്റെ ക്യാൻഡിലിൻ്റെ താഴെയായിട്ടായിരിക്കും ഞാൻ ട്രേഡ് പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ വെക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഒരു ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ അപ് ട്രെൻഡ് സ്ട്രക്ചറിൽ ഇങ്ങനത്തെ ട്രേഡുകളിൽ പരമാവധി എടുക്കാൻ സാധ്യതയുള്ള ഒരു ഹൈ പ്രോബബിലിറ്റി ട്രേഡിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 1:1 റിസ്ക് റിവാർഡ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നല്ല ട്രേഡ് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒന്നെങ്കിൽ ഫിബനാച്ചി റിട്രേസ്മെൻറ്റ് പ്രകാരം ഈ 0.382 റിട്രേസ്മെൻറ്റ് വരുമ്പോൾ എടുക്കാം, അല്ലെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി ഇവിടെ നിന്ന് തന്നെ ഡിപ്ലോയ് ചെയ്തുകൊണ്ട് ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിലാണ് അദാനി പോർട്സിൽ നമുക്കൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ പിന്നെന്താണ്, ബജാജ് ഫിൻസർവ് ആണ് അടുത്ത ചാർട്ട് വന്നേക്കുന്നത്. ബജാജ് ഫിൻസർവിൽ നേരത്തെ അദാനി പോർട്ടിൽ പറഞ്ഞ കാര്യം അപ് ട്രെൻഡ് സ്ട്രക്ചറിൽ എങ്ങനെയാണ് ട്രേഡ് എടുക്കുക എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഈ ബജാജ് ഫിൻസർവിൽ നമ്മൾ നോക്കുന്നത് ഒരു റേഞ്ച് ബൗണ്ട് ബ്രേക്ക് ഔട്ട് രീതിയിലാണ്. അപ്പോൾ നമുക്കിവിടെ എന്താ കാണാൻ പറ്റുന്നത്, ഒരു പെർഫെക്റ്റ് ആയിട്ട് ഒരു റേഞ്ച് ഇവിടെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ മാർക്ക് ചെയ്യുകയാണ് എങ്ങനെയാണ് സ്പോട്ട് ചെയ്യണത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ നമ്മൾ ബ്രേക്ക് ഔട്ട് നമ്മൾ റേഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു വെച്ചു. അതിനുശേഷം ഇവിടെ എന്താ കാണാൻ പറ്റുന്നത്, നല്ല രീതിയിലുള്ള ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ കാണാൻ പറ്റുന്നില്ലേ, അതിന് വോളിയം താഴെ നോക്കുക, നല്ല അടിപൊളി വോളിയം ഉണ്ട് അതിന് താഴെ. ആ ബ്രേക്ക് ഔട്ടിന് ശേഷം റീടെസ്റ്റ് നടത്തി കഴിഞ്ഞിട്ട് മാർക്കറ്റ് വീണ്ടും മേലേക്ക് റൈസ് ചെയ്യുന്നുണ്ട്. താഴെ വോളിയം നോക്കിക്കേ, നല്ല രീതിയിലുള്ള വോളിയം കൂടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ്, നല്ലൊരു ഇൻഡിക്കേഷൻ കിട്ടുന്നുണ്ട് മേലേക്ക് പോകാനുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്താണ്, ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ കാണാൻ പറ്റുന്നത്, വീക്ക്ലി ടൈം ഫ്രെയിമിൽ
ലാസ്റ്റ് വീക്ക് തന്നെ ബ്രേക്ക് ഔട്ട് തന്നതാണ്. അതിനുശേഷം എന്താണ് ഒരു ഫോളോ അപ്പ് ക്യാൻഡിലും കൂടി തന്നിട്ടുണ്ട്. നമ്മൾ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കണം, ഈ ഒരു ഏരിയയിൽ നമുക്ക് ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കാൻ നോക്കണം, എപ്പോഴും ആ സ്ട്രോങ് ആയിട്ടുള്ള വീക്ക്ലി ക്യാൻഡലിൻ്റെ താഴെ വെക്കാനായിട്ട് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കുക, ഒരു 1:1 റിസ്ക് റിവാർഡ്, ഏറ്റവും മിനിമം 1:1 റിസ്ക് റിവാർഡ് എടുക്കാൻ ശ്രമിക്കുക. ഇതാണ് എൻ്റെ ട്രേഡിംഗ് പ്ലാൻ ഇതിലുള്ളത്. ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് തിരിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ വോളി നമ്മൾ പറഞ്ഞു, റൈസിംഗ് വോളിയാണെന്നുള്ളത് പറഞ്ഞു. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്കൊരു സ്വിങ്ങും ഈ ഏരിയയിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് സ്വിങ്ങിൻ്റെ താഴെ വെക്കുക എന്നുള്ളതാണ്. കുറേ പേര് ഈ ഒരു ഏരിയയിൽ അഗ്രസീവായിട്ട് എടുക്കുന്ന ആൾക്കാർ ഈ ഒരു ബ്രേക്ക് ഔട്ടിൻ്റെ തൊട്ട് താഴെ വെക്കാൻ നോക്കും. പക്ഷേ തൊട്ട് താഴെ വെക്കുന്നത് ഭയങ്കര അഗ്രസീവായി പോകും. അപ്പോൾ എപ്പോഴും കുറച്ച് ഡിഫെൻസീവായിട്ട് വെക്കുകയാണെങ്കിൽ ആ സ്വിങ്ങിൻ്റെ താഴെ വെക്കുന്നതാണ് എപ്പോഴും അടിപൊളിയായിട്ടുള്ള കാര്യം. പിന്നെന്താണ്, നമുക്ക് അതേപോലെ തന്നെ HDFC ബാങ്കിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും ഇവിടെയും നല്ല രീതിയിലുള്ള ഒരു റേഞ്ച് ബൗണ്ട് ബ്രേക്ക് ഔട്ട്, റേഞ്ചിൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് നൽകിയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. നമ്മൾ മാർക്ക് ചെയ്യുകയാണ്, റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ഇവിടെ മാർക്ക് ചെയ്ത് വെക്കുകയാണ്. ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് ആയിരുന്നു. അതിൽ നിന്ന് നല്ല സൂപ്പർ ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് തരുന്നുണ്ട്. ഇതിൽ ഏതാണ് പ്രൈസ് മേലേക്ക് റൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. താഴത്തെ വോളിയം നോക്ക്, വോളിയം അതിൻ്റെ ഒപ്പം തന്നെ നല്ല രീതിയിൽ റൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതും നമുക്ക് എന്ത് കാണാൻ പറ്റും, നേരത്തെ പറഞ്ഞ അതേ സിറ്റുവേഷൻ പോലെ തന്നെ ഒരു ബ്രേക്ക് ഔട്ട് സിറ്റുവേഷൻ ആണ്, റേഞ്ച് ബൗണ്ടിൽ നിന്ന് ബ്രേക്ക് ഔട്ട് സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ടൈം ഫ്രെയിമിൽ നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് നോക്കുക, എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത്. വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഈ വീക്കാണ് അതിൽ നല്ല അടിപൊളി ഒരു ബ്രേക്ക് ഔട്ട് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വോളിയം എന്താ കാണാൻ പറ്റും, നല്ല ഹൈ വോളിയം അതിലും കാണാൻ പറ്റുന്നുണ്ട്. അതാണ് ഡെയിലി ടൈം ഫ്രെയിമിൽ തിരിച്ചു പോയതിന് ശേഷം നമ്മൾ ട്രേഡ് ഇവിടെ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡ് ഇവിടെ ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കുറേ മേലേക്ക് പോയിട്ടുണ്ട്, ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ പ്ലേസ് ചെയ്യാം. എന്നിട്ട് സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കാം, ഈ സ്വിങ്ങിൻ്റെ താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാം. എന്നിട്ട് ഒരു 1:1 റിസ്ക് റിവാർഡ് നമുക്ക് നോക്കാം. അതല്ലെങ്കിൽ കുറച്ചും കൂടി ഡിഫെൻസീവായിട്ട് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് നോട്ട് ചെയ്യുക, ഇതിൻ്റെ ലെവൽസ് മാർക്ക് ചെയ്ത് വെക്കുക. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കുറഞ്ഞത് ഈ ഒരു 0.382 എന്ന് പറഞ്ഞ ഈ ഒരു ഗ്രീൻ ലൈൻ അവിടം വരെ പ്രൈസ് റിട്രേസ്മെൻറ്റ് വരികയാണെങ്കിൽ ഇവിടെ നല്ലൊരു പൊസിഷൻ കിട്ടാവുന്നതാണ്. അതല്ല ഇവിടെ തന്നെ എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയ ക്യാപിറ്റലിൽ ഡിപ്ലോയ് ചെയ്തുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റോപ്പ് ലോസ് എപ്പോഴും ഈ സ്വിങ്ങിൻ്റെ താഴെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും റിസ്ക് റിവാർഡ് 1:1 മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ അപ്പോൾ നമ്മൾ 2 സ്ട്രാറ്റജി ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇനി മൂന്നാമത്തെ സ്ട്രാറ്റജി അതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ കാര്യത്തിലാണ്. ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന സ്ട്രാറ്റജി ഒരു മീൻ റിവേർഷൻ സ്ട്രാറ്റജിയാണ്. ഇതിൻ്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ എടുത്തിട്ട് ഇതിൻ്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ എന്താ കാണാൻ പറ്റും, നല്ല സ്ട്രോങ് ആയിട്ട് അപ് ട്രെൻഡ് സ്ട്രക്ചറിൽ നിൽക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ. അതിൽ ലാസ്റ്റത്തെ കുറച്ച് നാളായിട്ട് ഇവിടെ എന്താ കാണാൻ പറ്റുന്നത്, ഒരു എന്താ പറയുക റേഞ്ച് ബൗണ്ട് മാർക്കറ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു സപ്പോർട്ട് ഏരിയയും ഇവിടെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള അപ് ട്രെൻഡ് മാർക്കറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് റിസ്ക്കിയുള്ള ട്രേഡാണ്, എന്നാലും നല്ല റിവാർഡ് കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്ട്രാറ്റജിയാണ് മീൻ റിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുക, സ്ട്രക്ചർ അടിപൊളിയാണ്, ബുള്ളിഷാണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡെയിലി ടൈം ഫ്രെയിം എടുത്തതിന് ശേഷം ഒരു 9 EMA എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് 9 മൂവിങ് ആവറേജ് എടുക്കുക. അതിനുശേഷം നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവിങ് ആവറേജിൻ്റെ താഴേക്കല്ല പ്രൈസ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇവിടെ താഴേക്കാണ് പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മൂവിങ് ആവറേജുമേ ടച്ച് ഉണ്ടാവാതെ പ്രൈസ് താഴേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഏത് ക്യാൻഡിലിൻ്റെ ക്ലോസിംഗ് ആണോ, ഒന്ന് ശ്രദ്ധിക്കുക, ഏത് ക്യാൻഡിലിൻ്റെ ക്ലോസിംഗ് ആണോ തൊട്ട് മുന്നത്തെ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈയിനേക്കാളും മേലെ ക്ലോസ് ചെയ്യണത്. ഒന്നുകൂടി പറയാണ്, ഏത് ക്യാൻഡിലിൻ്റെ ക്ലോസിംഗ് പോയിന്റ് ആണോ തൊട്ട് മുന്നത്തെ ക്യാൻഡിലിൻ്റെ ഹൈയിനേക്കാളും മേലെ ക്ലോസ് ചെയ്യണത്, ആ സമയത്ത് നമ്മൾ എൻട്രി പോകാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ എവിടെയാണ് സംഭവിച്ചത് നമ്മൾ നോക്ക്, ഇവിടെ എല്ലായിടത്തും എന്താണ് ക്ലോസ് ചെയ്യണത്, പ്രീവിയസ് ക്യാൻഡിലിൻ്റെ താഴെയാണുള്ള ക്ലോസ് ചെയ്തേക്കുന്നത്, ഇവിടെ താഴെയാണ്, ഇവിടെ താഴെയാണ്, ഇവിടെ താഴെയാണ്, എല്ലാം താഴെയാണ്. ഇവിടെ നോക്കിയേ, ഇവിടെ ക്ലോസ് ചെയ്തേക്കുന്നത് എവിടെയും മേലെയാണ്, പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ഹൈ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്, അതിന് മേലെയല്ല ക്ലോസ് ചെയ്തേക്കുന്നത്. അത് നമുക്കൊരു നല്ലൊരു ബൈയിങ് ഇൻഡിക്കേഷനാണ് അവിടെ തന്നേക്കുന്നത്, അതായത് പ്രൈസ് മേലേക്കാണ് പോകുന്നത് എന്നുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ വേറൊരു കാര്യം കാണാൻ പറ്റുന്നുണ്ട്, എന്താണ്, ഇവിടെ ഇതായിരുന്നു ഇതിൻ്റെ ലോ ഉണ്ടായിരുന്നത്, അതിനുശേഷം സംഭവിച്ച മാർക്കറ്റ് അടുത്ത ലോ ഉണ്ടാക്കിയേക്കുന്നത് ഇവിടെയാണ്, ലോ കയറി വരുന്നുണ്ടെന്ന് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ മൂവിങ് ആവറേജിന് താഴെ നിന്ന് എപ്പോഴാണോ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻഡിലിൻ്റെ
ക്യാൻഡിലിൻ്റെ ക്ലോസ് തൊട്ട് മുന്നത്തെ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ക്ലോസിനേക്കാൾ മേലെ വരുന്നത് ആ ഒരു ഏരിയയിൽ നമുക്ക് എൻട്രി പോവാം. അതായത് ഈ ഒരു ഏരിയയിൽ എൻട്രി പോവാം. എൻട്രി പോയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് അതിൻ്റെ ഏറ്റവും താഴെ ലോൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 1:1 റിസ്ക് റിവാർഡിൽ ഇവിടെ നമുക്ക് ട്രേഡ് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സ്ട്രാറ്റജി പറഞ്ഞതാണ് മീൻ റിവേർഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്ത ചാർട്ട് എന്ന് പറഞ്ഞാൽ അദാനി പോർട്ട്, ബജാജ് ഫിൻസർവ്, അതുപോലെ തന്നെ HDFC ബാങ്ക്, പിന്നെന്താണ് ഏഷ്യൻ പെയിൻറ്റ്സ്. അതിൻ്റെ ഒപ്പം തന്നെ 3 സ്ട്രാറ്റജി നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ അനാലിസിസിൻ്റെ കൂടെ തന്നെ ഇതൊന്ന് ചേർത്ത് വെച്ച് നോക്കുക. നിങ്ങൾക്ക് അടിപൊളിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ റിസ്ക് മാനേജ് ചെയ്തുകൊണ്ട് ക്യാപിറ്റലും പൊസിഷൻ സൈസിങ്ങും മാനേജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പരിഗണിക്കാം. ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് പരിഗണിക്കുക. നിങ്ങൾ വളരെ ചെറിയ ക്യാപിറ്റൽ വെച്ചുകൊണ്ട് മാത്രം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. നന്നായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആ ഒരു ട്രേഡിംഗ് കരിയറിൽ ആഡ് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.